ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി ഒരു ചെറിയ പ്രാർത്ഥനയും ഒരു ഗാനവും അതുപോലെ തന്നെ കാറോസൂസ പ്രാർത്ഥനയുമുണ്ട്. ക്രിസ്മസിൻ്റെ ഓർമ്മയിലേക്ക്, ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ആദ്യമായി സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള ബാലാമിൻ്റെ മിശിഹായുടെ വരവിനെ സൂചിപ്പിക്കുന്ന പ്രവചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ബാലാം ഇങ്ങനെ ഉദ്ഘോഷിച്ചു: ബെയോറിൻ്റെ പുത്രനും ദീർഘദർശിയുമായ ബാലാമിൻ്റെ വെളിപാട്. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവനും ദൈവത്തിൻ്റെ വിജ്ഞാനം ഗ്രഹിക്കുന്നവനുമായ ബാലാമിൻ്റെ വെളിപാട്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മൊവാബിലെ പ്രമാണികളെ തകർക്കും, സേത്തിൻ്റെ മക്കളെയെല്ലാം നശിപ്പിക്കും, ആദോം അവൻ കൈവശപ്പെടുത്തും, സോർ അവൻ്റെ കീഴിലാകും. യാക്കോബിൽ നിന്ന് ഒരാൾ രാജ്യം ഭരിക്കും, പട്ടണത്തിൽ നിന്ന് ഒളിച്ചോടുന്നവനെ അവൻ നശിപ്പിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവിന്റെ സ്തുതി. ഉണ്ണി പിറന്നു ബത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ, നിർമ്മലമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. പാതിരാവിൻ പനിനീരിൽ, പൂനിലാവിൻ പുഞ്ചിരിയിൽ, പാതിരാവിൻ പനിനീരിൽ, പൂനിലാവിൻ പുഞ്ചിരിയിൽ, നീലവാനിലെ സുരദീപം താണിറങ്ങി വരുന്നുലകിൽ, താണിറങ്ങി വരുന്നുലകിൽ. ഉണ്ണി പിറന്നു ബത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ, നിർമ്മലമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. വിണ്ണിലീശന് കീർത്തനവും മണ്ണിൽ മാനവനാശകളും, വിണ്ണിലീശന് കീർത്തനവും മണ്ണിൽ മാനവനാശകളും, നേർന്നു മാനവദൂതന്മാർ ചേർന്നു ഗീതികൾ പാടുന്നു, ചേർന്നു ഗീതികൾ പാടുന്നു. ഉണ്ണി പിറന്നു ബത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ, നിർമ്മലമോദമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ, മംഗളഗാനം പാടിടുവിൻ. നവ്യതാരമുദിക്കുന്നു, നവ്യകാന്തി പരക്കുന്നു, നവ്യതാരമുദിക്കുന്നു, നവ്യകാന്തി പരക്കുന്നു. നാദനർച്ചന ചെയ്തിടുവാൻ നാടുവാഴികളണയുന്നു, നാടുവാഴികളണയുന്നു. ഉണ്ണി പിറന്നു ബത്ലഹേമിൽ, വന്ദനമരുളാൻ വന്നിടുവിൻ, നിർമ്മലമോദമലിഞ്ഞൊഴുകും
ആർത്തരായി നരരക്ഷകനെ കാത്തു കാത്തു കഴിയുമ്പോൾ പാർത്തലത്തിനു പൂമ്പുളകം ചാർത്തിയെത്തിയ സന്ദേശം ഉണ്ണി പിറന്നു ബേത്ലഹേമിൽ വന്ദനമരുളാൻ വന്നിടുവിൻ നിർമ്മലമോദമണിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ അവന്റെ പുത്രനെ ലോകത്തിലേക്ക് വെച്ച പിതാവായ ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകത്തക്ക വണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദരിദ്രരെ പരിപാലിക്കുകയും കരയുന്നവരെ ആശ്വസിപ്പിക്കുവാനുമായി അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഭക്തരായ മനുഷ്യർക്ക് സമാധാനം ആശംസിക്കുവാൻ പരിശുദ്ധരായ മാലാഖമാരെ നിയോഗിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാവപ്പെട്ട ഇടയന്മാർക്ക് രക്ഷയുടെ മഹാരഹസ്യം വെളിപ്പെടുത്തി കൊടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പുതിയ നക്ഷത്രം കുറിപ്പിച്ചുകൊണ്ട് വിനീതനായ ശാസ്ത്രിയന്മാരെ ബേത്ലഹേമിലേക്ക് വിളിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രക്ഷകനെ കാത്തിരുന്ന് അസ്വസ്ഥമായ ലോകത്തെ ആനന്ദിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവുമാർ ജോർജ് മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ശാന്തി പ്രത്യാശയുമെന്നേക്കും ശാന്തി പ്രത്യാശയുമെന്നേക്കും Solo
ശാന്തി പ്രത്യാശയുമെന്നേക്കും. എല്ലാവരും ഒരുമിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയെ മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, അനന്തകാരണത്തെ അങ്ങയുടെ അനന്തകാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. മനുഷ്യനായ ധരിച്ച മിശിഹായെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്യുവാനും പരിത്രാണകർമ്മത്തിന്റെ ഫലങ്ങൾ നേടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദം മഹിമ നിറഞ്ഞവരും പാരം സ്തുത്യരുമെന്നെന്നും. അനവധിൻ മഹാനാഥാവിൻ തലമുറ തലമുറയോടെന്നും താവകാമങ്ങൾ ഇവരെയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്മരിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ഉയർത്തി പാടിടുവിൻ സർവരുമ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാലന സർവേശ പരിപാലന ബലവാനേ പരിപാലന പാവനേ ഇന്ദ്രവനങ്ങളിൽ വീഴണമേ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരനെ, ഐസിയാസ് പ്രവാചകൻ എന്ന വായന സെബുലോൺ, നഫ്താലി എന്നീ പ്രദേശങ്ങൾ ഒരു കാലത്ത് അവിടുന്ന് നശിപ്പിച്ചു. എന്നാൽ യോർദാന് പടിഞ്ഞാറ് വിജാതി പ്രദേശമായി കിടക്കുന്ന സമുദ്രതീരം ഇനി അവിടുന്ന് ഉയർന്നു. അന്ധകാരത്തിൽ നടന്നിരുന്നവർ വലിയൊരു വെളിച്ചം കണ്ടു. കരിനിഴലിൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഒരു പ്രകാശം ലഭിച്ചു. അവിടുന്ന് അവരുടെ ആനന്ദത്തെ വളർത്തി, അവരുടെ സന്തോഷത്തെ വർത്തമാനമാക്കി. കൊയ്ത്തുകാലം വരുമ്പോൾ സന്തോഷിപ്പിക്കുന്നവരെ പോലെയും കൊള്ളവസ്തു പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവിടുത്തെ തിരുമുമ്പിൽ അവർ ഉല്ലാസഭരിതരായി വരുന്നു. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ഉണ്ണി പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് രാജ്യത്തിൻ്റെ അധികാരിയാകുന്നു. പ്രഗത്ഭനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നീ പേരുകളിൽ അവിടുന്ന് അറിയപ്പെടുന്നു. അവിടുത്തെ സാമ്രാജ്യം വിശാലമായിരിക്കും, അത് എന്നും സമാധാനപൂർണ്ണമായിരിക്കും. രാജാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവിടുന്ന് ആസനസ്ഥനാകുന്നു. നീതിയിലും വിശുദ്ധിയിലും അത് എന്നും നിലനിൽക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ അനന്തമായ സ്നേഹം ഇതെല്ലാം നിർവഹിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതിക
ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ ദിവ്യാത്മാവിൻ ഗീതിക ഹല്ലേലൂയ ഗീതിക കർത്താവിൻ തിരുജനനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ നേരിടയിൽ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതാനുഭവമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസിന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 3:15 മുതൽ അധ്യായം 4:6 വരെയുള്ള വചനങ്ങൾ പരിഭാഷിപ്പിച്ചാണ്. സഹോദരരെ, മാനുഷികമായി ഞാൻ പറയട്ടെ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ച ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിശിഹായാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം വാഗ്ദാനം നീങ്ങിക്കളയത്തക്ക വിധം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടി അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൂതന്മാർ വഴി ഒരു മധ്യസ്ഥനിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യസ്ഥൻ വേണ്ടു. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലും അങ്ങനെ ആകാതിരിക്കട്ടെ. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് ലിഖിതം സകലവും പാപത്തിന് കീഴിലാക്കി. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നിയമത്തിന് ഏൽപ്പിക്കപ്പെട്ട് വിശ്വാസം വെളിപ്പെടുത്തുന്നതിനായി നാം നിയമത്തിന്റെ കാവലിലായിരുന്നു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് മിശിഹായിലേക്ക് നമ്മെ നയിക്കുന്നതിനായി നിയമം നമ്മുടെ പരിശീലകനായിരുന്നു. വിശ്വാസം സമാഗതമായ നിലയ്ക്ക് ഇനിമേൽ നമ്മൾ പരിശീലകന് കീഴിലല്ല. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. എന്തെന്നാൽ മിശിഹായിൽ മാമോദീസ സ്വീകരിച്ചിരുന്ന നിങ്ങൾ മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായിലുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളും. ഇതാണ് ഞാൻ പറയുന്നത്: പിന്തുടർച്ച അവകാശി എല്ലാത്തിന്റെയും ഉടമയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ചതുവരെ അവൻ രക്ഷാകർത്താക്കന്മാരുടെയും കാലസ്ഥന്മാരുടെയും
നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനാണെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ, പാടിയിടുന്നേ. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 1 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആദിയിലെ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവം തന്നെയായിരുന്നു ആ വചനം. അവിടുന്ന് ആദിയിൽ തന്നെ ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം വഴിയാണ് സമസ്തവും ഉണ്ടായത്. അവിടുത്തെ കൂടാതെ യാതൊന്നും ഉണ്ടായിട്ടില്ല. ആ വചനത്തിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കുവാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. ലോകത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരുന്നു ആ വചനം. അവിടുന്ന് ലോകത്തിലുണ്ടായിരുന്നു. ലോകത്തെ സൃഷ്ടിച്ചതും അവിടുന്നാണ്. എങ്കിലും ലോകം അവിടുത്തെ അറിയില്ല. അവിടുന്ന് സ്വന്തം ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നു. എന്നാൽ അവർ അവിടുത്തെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കും തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അവകാശം നൽകി. അവിടുത്തെ ജനനം ദൈവത്തിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നല്ല. ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ഇച്ഛയിൽ നിന്നുമല്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞിരച്ചന്മാരെ, 2020 ക്രിസ്മസ്. ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 2019 ക്രിസ്മസാണ്. 2019 ഈ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞനുജനും അനുജത്തിയും പിന്നെ ഞങ്ങളുടെ കുഞ്ഞുവാവ കൊച്ചു മറിയാമിൻ്റെയൊക്കെ കൂടെ
സ്റ്റാർട്ട് ചെയ്യാറ്. ഈ ജർമ്മനിയിലെ ക്രിസ്മസ് എനിക്ക് ഇഷ്ടമാണ്. 23-ാം തീയതി വയനാട് മാർക്കറ്റും ആഘോഷങ്ങളും ഒക്കെ ആയി പോകുമ്പോൾ ഒക്കെ ഒരു രസമാണ്. പക്ഷെ അതൊന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഓർമ്മ വരുന്നത് പഴയകാല ക്രിസ്മസുകളിലേക്കാണ്. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് മേഘാലയയിൽ ഞാൻ മിഷണറി ആയിരുന്ന സ്ഥലത്ത് അവിടെ അവരുടെ കൂട്ടത്തിൽ ആടിയും നടന്ന ക്രിസ്മസ് കറോളുകളൊക്കെ ആയിട്ട് അവിടെയുള്ള ഓരോ വില്ലേജുകളിലൂടെ പോയ കഥകളും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് വർഷങ്ങളായവരുണ്ട്. പക്ഷേ എങ്കിലും പലപ്പോഴും അവരുടെ അടുത്തൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് വീട്ടിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്മസ്. പിന്നെ ഇവിടെ എത്തി വെറും 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ ആയപ്പോഴാണെങ്കിലും എപ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഉറപ്പായിട്ടും മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പണ്ട് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചവരൊക്കെ അന്നത്തെ ക്രിസ്മസിന്റെ കഥകളൊക്കെ ഉറപ്പായിട്ടും പങ്കുവെക്കുന്നുണ്ടാകും. പിന്നെ നമുക്കിവിടെ വേറെ കുറെ പേർ ജർമ്മനിയിൽ മാത്രം ക്രിസ്മസ് ആഘോഷിച്ച് പരിചയമുള്ളത് ചിലർ ജർമ്മനിയിൽ മാത്രം ചിലപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടായിരിക്കും. ജർമ്മനിയിലെ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഒത്തിരി ബെവേഗും ഒത്തിരി സഞ്ചാരമുള്ള ദിവസങ്ങളാണ് ക്രിസ്മസിന്റെ ദിവസങ്ങൾ. എല്ലാവരും അവരവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഓപ്പയുടെ അടുത്തേക്ക് കൂട്ടുകാരുമൊത്ത് വയനാട് മാർക്കറ്റിലൊക്കെ ബ്ലൂ വൈൻ കുടിച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത് എന്നോർത്തുകൊണ്ട് എല്ലാ കൗഫവും കാഷ്ടാട്ടിലൊക്കെ കയറി നടക്കുക, ഒരുമിച്ച് വീട്ടിൽ കുക്ക് ചെയ്യുക, വയനാട് പോയി ഡെക്കറേറ്റ് ചെയ്യുക. ഒത്തിരി ചലനങ്ങളുള്ളതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇതേപോലൊരു ചലനം ആണ് ക്രിസ്മസിന്റെ അന്നും അല്ലെങ്കിൽ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു വീണ അന്നും നടന്നത്. ആകാശങ്ങളിൽ അല്ലെങ്കിൽ അനാദിയിൽ ആയിരുന്ന ദൈവം തന്റെ പ്രകൃതി ആയ അനശ്വരത വിട്ട് നശ്വരനായ മനുഷ്യനിലേക്ക് ഉള്ള ചലനം. എന്നിൽ നിന്ന് ഞാൻ മറ്റുള്ളവരിലേക്ക് ചലിക്കുന്നതാണ് ക്രിസ്മസ്. പ്രത്യേകിച്ചും ഈ വർഷം കൂടുതലായി തിരിച്ചറിയുന്ന ഒരു സത്യമതാണ്, ഞാൻ എന്നിലേക്ക് മാത്രം എന്റെ സന്തോഷങ്ങൾ മാത്രം കണ്ടാൽ അതിലെനിക്ക് ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല. എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷം കൂടെ കാണും. മറ്റുള്ളവരിലേക്ക്, എന്റെ ചരിത്രത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ഓർമ്മകളിലേക്ക്, എന്റെ ഇന്നുകളിലേക്ക്, എന്റെ ജീവിത പങ്കാളി, എന്റെ സമൂഹത്തിൽ, എന്റെ നാടുകളിലേക്ക്, എന്റെ കുട്ടികൾ അല്ലെങ്കിൽ എന്റെ ജോലിസ്ഥലം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് ഞാൻ എന്നിൽ നിന്ന് പുറത്തു വരുന്നതാണ്. എന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത്, നമ്മളിലേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ക്രിസ്മസ്. ഇത് തന്നെയാണ് ദൈവവും ചെയ്തത്. ദൈവം ദൈവമായി തന്നെ ഇരിക്കാതെ ദൈവം മനുഷ്യനാകാൻ തീരുമാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വഭാവവും മനുഷ്യന്റെ സ്വഭാവവും ഇവിടെ ഒന്നായി മാറുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം നമ്മളെ തന്നെ ഓർക്കുന്നു, ദൈവം നമുക്കായി തന്നതിന്റെ ഓർമ്മയ്ക്ക്. 2020 പോലെ ഇത്രയും മോശമായ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? കാരണം ഈ വർഷം പല നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുള്ളൂ. ആശങ്കകൾ, ആകുലതകൾ, മൂടിയെ കുറിച്ച് കിട്ടി നമ്മളെ തന്നെ പരിമിതിപ്പെടുത്തുന്ന ഒരു ക്രിസ്മസ് ആഘോഷം. ഈ പരിമിതികളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഇതിനൊരു അർത്ഥം കണ്ടെത്തണമെന്ന് ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ
വർഷത്തെ ക്രിസ്മസിൽ ഞാൻ അന്നത്തെ ക്രിസ്മസിനോട്, അതായത് ബെത്ലഹേമിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ക്രിസ്മസിനോട് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത് ആശങ്കകൾ ജോസഫിനും മേരിക്കുമുണ്ടായിരുന്നു. ഈ ആശങ്കകൾ കാരണം അറിയത്തില്ലാത്ത വേറൊരു ഗ്രാമത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. ഉറപ്പില്ലാത്ത വഴികളിലൂടെ പൂർണ്ണഗർഭിണിയായ മറിയം അവർക്ക് താമസിക്കുവാനായി ബെത്ലഹേമിൽ ഇടയ്ക്കില്ലാതെ ഒരു കാലിത്തൊഴുത്തിലേക്ക് പോകേണ്ടി വരുന്നു. ആശങ്കകൾ, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, പരിമിതികൾ. വീണ്ടും അന്നേ രാത്രി തന്നെ ശിശു കൊല്ലപ്പെടുമോ എന്നുള്ള ഭീതിയിൽ സ്ഥലം വിട്ട് പോകേണ്ടത്, പാലായനം, കഷ്ടപ്പാടുകൾ. വീണ്ടും നമ്മൾ അതിന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത് ദൈവം തന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ ഓർമ്മയാണ്. അനശ്വരനായവൻ നശ്വരനാകുന്നു. സമയത്തിന്റെയും കാലത്തിന്റെയും പരിധിയിൽ നിന്നവൻ സ്വയം പരിമിതപ്പെടുത്തി കാലത്തിലേക്ക് വരുന്നു. വെളിച്ചത്തിൽ ജീവിച്ചിരുന്നവൻ മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് താഴ്ന്നു വരുന്നു. സ്വയം താഴ്ത്തുന്നു, സ്വയം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് പല രീതിയിൽ പരിമിതപ്പെടുത്തുമ്പോൾ, പല നഷ്ടങ്ങൾ നമ്മൾ ഈ വർഷം സ്വീകരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ഐൻഷ്രൈൻ ചെയ്യുമ്പോൾ, നാം ദൈവത്തിന്റെ സ്വഭാവത്തോട് ഈ വർഷം വളരെയധികം ചേർന്നിരിക്കുകയാണ് എന്നെനിക്ക് പറയാൻ സാധിക്കുള്ളൂ. Gott schränkt sich ein, damit Menschen frei werden kann. ദൈവം സ്വയം പരിമിതപ്പെടുത്തുന്നു നമ്മൾ സ്വതന്ത്രരാകുവാൻ വേണ്ടി. ദൈവം സ്വയം നഷ്ടപ്പെടുത്തുന്നു, നമ്മൾ സ്വയം പല കാര്യങ്ങൾ ഈ വർഷം നഷ്ടപ്പെടുത്തുന്നു, വേണ്ടത് വെക്കുന്നു. മറ്റുള്ളവർ കൂടുതൽ സ്വതന്ത്രരായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു ഭാവിക്ക് വേണ്ടി നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുന്നു, പരിമിതപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെടുത്തലിന്റെ കഥ ഈ കൊറോണ കാലത്ത് മാത്രമല്ല, ജീവിതത്തിൽ പലപ്പോഴും പലവിധ നഷ്ടങ്ങളും നമ്മൾ സ്വീകരിക്കുമ്പോഴും, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുമ്പോഴും, നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ചുരുക്കുമ്പോഴും ഓർമ്മിക്കുക, അവിടെയെല്ലാം ക്രിസ്തു കാലഘട്ടത്തിൽ ജനിച്ചു വീഴുകയാണ്. ദൈവം എന്നിലൂടെ മനുഷ്യനായി മാറുകയാണ്. ഞാൻ ജീവിതത്തിൽ എന്നെ തന്നെ മറ്റുള്ളവർക്കായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ, ഞാൻ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ഈ പുൽക്കൂട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കാം. മറ്റുള്ളവർക്കായി സ്വയം ഒഴുക്കിയ ഈ ദൈവം എന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുകുവാനും, മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ പരിമിതപ്പെടുത്തുവാനും, നഷ്ടങ്ങൾ സ്വീകരിക്കുവാനുമുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും കൃപകളും നേരുന്നു. ആമേൻ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് മൗനമായ വ്യക്തിപരമായ പ്രത്യേക നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ ഉണ്ണീശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേഫിനോടും വിനീതരായ ആരാധകരോടും ചേർന്ന് ഞങ്ങളും ദൈവവേദനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹ അവതീർണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവവേശം അങ്ങയുടെ വിശുദ്ധ കഠിനമായ പീഡകളിൽ കുറിച്ച് വേണ്ടിയെടുത്ത ജനഗണമായ കത്തോലിക്ക സഭയുടെ ദൈവസ്വഭാവതലമായ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധ സഭാ ശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ കാരണത്തിൽ യോഗ്യരാക്കുക. കർത്താവെ, അങ്ങയുടെ പ്രഭാവം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി നിർമ്മിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ത്വരിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമാ സാദരം സ്വീകരിച്ചാലും ഈഴയാ എന്നുടെ ഈ കാഴ്ചകൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ
ബലിപീഠങ്ങളുണ്ടാകട്ടെ. ആദിമുതലേക്കുമാമേ ദൈവത്തിന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ജീവജനമെല്ലാം അമേനാമെന്ന് ഘോഷിക്കട്ടെ. ജീവൻ മരിച്ച നീതിമാന്മാരുടെയും മുടഞ്ഞൂടിയ രക്തസാക്ഷികളെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠങ്ങളുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയൊരു വലിയൊരു നിന്റെ സുഗ്രഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർത്തുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആചാരനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാമുദ്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലായ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദര കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഏവരും പാപികളുമായിരുന്നു ഞങ്ങളെ കാരുണ്യത്തിനടുത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രയോജനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നവരോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പ്രാർത്ഥിക്കണം.
ദൈവമേ നിത്യം രാജാവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധനമായ നാമം എല്ലാ ഗ്രഹങ്ങളിലും സ്ത്രീയും എല്ലാ നാവുകളിലും നിർദ്ദന്യതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും വർദ്ധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യം അങ്ങയുടെ നാമങ്ങൾ കീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമയന്മാരോടും ശ്രമയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും പിന്നും നിറയുന്നു. സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദസ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സഭയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങനെയുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായതിൻ്റെ ഓർമ്മ ഞങ്ങളിന്ന് ആചരിക്കുന്നു. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമാതൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. കൃപാമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് പൊതുജലാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, മോചനത്തിനാണ് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ഈ ക്രിസ്മസ് ദിനം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അന്യപ്രകാശം നൽകാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അധപ്പതിച്ചു പോയങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ ജോർജ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീജന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ നീതിജനകമാകുന്ന പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മാതുലരും കടബാധിതരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി അങ്ങയുടെ കാര്യത്തിന്റെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഒരു കഴുതന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയായ ജനത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പിതാവിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവതരണീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചു ഉപവാസികളെല്ലാവരും അറിയണം. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മന്ത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവ ജീവദായകമായ അർത്ഥം മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സംഘസ്ഥാനങ്ങളുമായുള്ളവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചിരുന്ന എല്ലാ മനുഷ്യരും അറിയണം. കർത്താവേ, ബലഹീനരുമാണ് ക്ലേശിതരുമായ ഈ ദാസരും ഇന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഥന്റെ ക്ഷേമമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയപ്രതീകരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ
ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുള്ള വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വധിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുള്ള വീടും അന്യവും വിസ്മയാർഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അഭിഷേകത്തിന്റെ മുൻകരുത്താൽ രക്ഷപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും സജീവവും പരിശുദ്ധവും ചെയ്തതായ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാലത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സ്വർഗത്തിൽ നിറങ്ങിയ ലോകത്തിനോട് ജീവൻ നൽകുന്നതുമാകുന്നു. പ്രവർത്തിക്കുന്നവരിക്കുകയില്ല. രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
സഭാപിതാവായ വിശുദ്ധ യിരെമയാസിന്റെ വാക്കുകളാണ്. The glory of God is made fully alive, full of life. മലാഖമാര് പാടിയ Glory to God the highest. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യവും ഓരോരുത്തരുടെയും ജീവിത ചെയ്തികളും ജീവിതം മുഴുവനും ഇങ്ങനെ ദൈവമഹത്വത്തിനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഉള്ള ഒരു കാര്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എഴുന്നേറ്റ് നിന്ന് വൃക്ഷത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം സമാഗതമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശുദ്ധനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ജനത്തിനുള്ളതാകുന്നു. ഏകദാപരിശുദ്ധനാകുന്നു, ഏകദാപരിശുദ്ധനാകുന്നു, ഏകരൂപാപരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ലോകരക്ഷകനായി ഈശോയെ ഞങ്ങൾക്ക് നൽകിയ സ്നേഹാഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജ്ഞാനികൾ സമർപ്പിച്ച കാഴ്ചവസ്തുക്കൾ പോലെ ഞങ്ങളുടെ വിലയും അങ്ങേക്ക് സ്വീകാര്യമാകട്ടെ. ഈശോയുടെ ശരീരരത്നങ്ങൾ സ്വീകരിച്ച് അങ്ങേക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും പൂജയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പിതാവിന്റെ പ്രതിരൂപമായ ശിഹായ നിലവിന്റെ പിതാവിനെ കാണുവാനും അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാനും ഞങ്ങൾക്കിടവരുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ
വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞാൻ കഷ്ണപാനീയമായി നൽകിയത് ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായി നിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് നിത്യഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായി എന്നേക്കും. ഇരുളിൽ മരണത്തിൻ നിഴലിൽ കഴിയുന്നോർക്ക് പ്രകാശമതായി മഞ്ഞിലുദിച്ചൊരു മിശിഹായെ വാഴ്ത്തിപ്പാടി നമിച്ചിടാം. ജ്ഞാനികൾ തേടിയപ്പോൾ നിങ്ങൾ തേടണം അവനെ കണ്ടെത്താൻ. ഇടയാകട്ടെ കാലത്തിൻ അടയാളങ്ങൾ ദർശിക്കാൻ. നിങ്ങൾ ചെയ്യും നന്മകളെ കണ്ടു ജനങ്ങൾ മിശിഹായെ രക്ഷകനും തിരുനാഥനുമായി ഏറ്റുപറഞ്ഞു നമിക്കട്ടെ. നിങ്ങൾക്കും പ്രിയരേവർക്കും ലോകം മുഴുവനും അലിവോടെ ദൈവാനുഗ്രഹം അരുളട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ഗുരുവേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണയെ സ്തുതി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ പൂർത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുന്നില്ലെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ശാന്തനായിരുന്നുകൊണ്ട് പരിപാടികളെല്ലാം റെക്കോർഡ് ചെയ്ത ബ്രദർ വെനാൻസിയസിന് നന്ദി പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമാണ് ഇതെടുത്തത് അയച്ചു കൊടുത്ത് ഒത്തിരി പേര് കാണുകയുണ്ടായി. ഇത് നാളെ നമ്മുടെ യൂട്യൂബിലെ ലിങ്ക് അയക്കുന്നതാണ്. വരാൻ സാധിക്കാത്തവർക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ടുള്ള ഒരവസരമാണല്ലോ. അതുപോലെ തന്നെ